നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതിക്കായി ശ്രമം ആരംഭിച്ചു. പദ്ധതി നടപ്പാക്കുന്നത് പാത്രക്കടവിന് താഴെ കുരുത്തിച്ചാലിൽ. റെയിൽവേ വഴിയടച്ചു. വാണിയംകുളം വെള്ളിയാട് പ്രദേശം ഒറ്റപ്പെട്ടു. കൃഷിസ്ഥലത്തേക്ക് ട്രാക്ടർ പോലും ഇറക്കാൻ കഴിയാതെ കർഷകർ കൃഷിയും വേണ്ടെന്ന് വെച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഗലീലിയോ സയൻസ് സെന്റർ വികസിപ്പിക്കാൻ തീരുമാനം. ശാസ്ത്ര സാങ്കേതിക വകുപ്പുമായി നഗരസഭ ചർച്ച നടത്തി. ഒറ്റപ്പാലം മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. സിലിണ്ടർ ലഭിക്കുന്നത് 1.5 മാസം കഴിഞ്ഞ്. സിറ്റിസൺ ഫോറം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പെരിന്തൽമണ്ണയിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം മത്സരത്തിനെത്തി. 16 വയസ്സിന് താഴെയുള്ള ബംഗ്ലാദേശിന്റെ ദേശീയ സ്കൂൾ ടീമിന്റെ മത്സരം ബുധനാഴ്ച. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മണ്ണാർക്കാട് പാത്രക്കടവിന് താഴെ കുരുത്തിച്ചാലിൽ കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. പങ്കാളിത്ത വനസംരക്ഷണ സമിതി നൽകിയ നിർദ്ദേശം പരിഗണിച്ചാണ് എൻ ശംസുദ്ദീൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. 2007 സെപ്റ്റംബർ 23 സൈലന്റ് വാലിക്ക് ചുറ്റും 148 ചതുരശ്ര കിലോമീറ്റർ കരുതൽ വനമേഖലയായി പ്രഖ്യാപിച്ചതോടെ പാത്രക്കടവ് കുരുത്തിച്ചാൽ വനപ്രദേശവും കരുതൽ മേഖലയിൽ ഉൾപ്പെടുകയുണ്ടായി. ഇതോടെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായി നിലനിന്നിരുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയും ഇല്ലാതായി. എന്നാൽ വശ്യചാരുതയാർന്ന വനപ്രദേശവും അരുവികളും കുന്തിപ്പുഴയുമെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് പഠനത്തിനും വിനോദത്തിനുമായി നിരവധി പേർ ഇപ്പോൾ എത്തുന്നുണ്ട്. ഇങ്ങനെ എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയും വരുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ വരുമാനവും ലക്ഷ്യമിട്ടാണ് കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യവും നിലവിലില്ല. അതിനാൽ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട അപകടങ്ങളും പതിവാണ്. പദ്ധതി വരുന്നതോടെ ഇത് ഒഴിവാക്കാമെന്നും പങ്കാളിത്ത വനസംരക്ഷണ സമിതി തയ്യാറാക്കിയ പ്രൊപ്പോസലിൽ പറയുന്നു. കൂടാതെ വരുന്നവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താത്തതിനാൽ പ്രകൃതി നശീകരണവും ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിലുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനും പദ്ധതി കൊണ്ട് കഴിയുമെന്ന് സമിതിയുടെ പ്രതീക്ഷ. ഇതിനായി 20 ലക്ഷം രൂപയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് സമിതി സമർപ്പിച്ചിരിക്കുന്നത്. കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് എൻ ശംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. പാരിസ്ഥിതിക പ്രശ്നം പരിഗണിച്ച് വേണ്ടെന്ന് വെച്ച പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ഒരു ബന്ധവുമില്ല. ഇവിടെ എത്തി പ്രകൃതി പഠനം നടത്തുന്നവർക്കും വിനോദത്തിനായി വരുന്നവർക്കും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാത്രക്കടവിലേക്ക് വനപാലകരുടെ മേൽനോട്ടത്തിൽ ട്രക്ക് സംവിധാനം, കാടിനകത്ത് കുടിൽ നിർമ്മാണം, വരുന്നവർക്ക് സംരക്ഷണത്തിനായി ഗാർഡുകൾ, പ്രകൃതിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഗൈഡുകൾ തുടങ്ങിയ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് അനുയോജ്യമാണോ എന്ന പ്രാഥമിക പരിശോധനയാണ് നടത്തിയത്. പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വനം വകുപ്പ് മന്ത്രിയോടും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനോടും സംസാരിക്കുമെന്നും എൻ ശംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. ഇവിടെ ഇന്ന് വന്യജീവി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ, DFO അടക്കമുള്ള റേഞ്ചർ എല്ലാവരും ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരടക്കം ഇവിടെ ഇന്നിങ്ങനെ ഒരു സന്ദർശനം നടത്താനുള്ള കാരണം പങ്കാളിത്ത വന പരിപാലന പദ്ധതി പ്രകാരം കുന്തിപ്പുഴ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രോജക്റ്റ് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ വിശദമായ ഒരു പദ്ധതിയാണ്. കാട് കാണാൻ വരുന്നവർക്ക് കാട്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ അരുവി ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അത് അനിയന്ത്രിതമായിട്ടാകുമ്പോൾ അത് കാട് നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ പരിസര മലിനീകരണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്കും പോകും. അപ്പോൾ വളരെ നിയന്ത്രിച്ചുകൊണ്ട് ഈ സംവിധാനം ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ ഒരു പദ്ധതിയാണ് ഈ കുന്തിപ്പുഴ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി തയ്യാറാക്കി. പദ്ധതി സൈലന്റ് വാലിയുടെ കരുതൽ മേഖലയിലായതിനാൽ നിയന്ത്രിത ടൂറിസം പദ്ധതിയാവും നടപ്പിലാക്കുക. പദ്ധതി നടപ്പിലായാൽ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൈലമ്പാടം, കാരാപ്പാടം പ്രദേശങ്ങളിൽ വികസനം പ്രതീക്ഷിക്കാം. MLAക്കൊപ്പം സൈലന്റ് വാലി DFO S ശിവദാസനും പഞ്ചായത്ത് വാർഡ് അംഗങ്ങളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ഒറ്റപ്പാലം വാണിയംകുളം വെള്ളിയാട് പ്രദേശം റെയിൽവേയുടെ നടപടിയിൽ ഒറ്റപ്പെട്ട തുരുത്തായി മാറി. റെയിൽവേ ലൈനിന് അപ്പുറം കടക്കാൻ ആശ്രയിച്ചിരുന്ന കമാനം ഇരുമ്പ് തൂൺ ഉപയോഗിച്ച് അടച്ചതാണ് ഒരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തിയത്. ഇതുമൂലം കൃഷിസ്ഥലത്തേക്ക് ട്രാക്ടർ എത്തിക്കാനോ എന്തെങ്കിലും തലച്ചുമടായി കൊണ്ടുവരാനോ പോലും സാധിക്കുന്നില്ല. ഒറ്റപ്പാലം ബ്യൂറോയുടെ റിപ്പോർട്ട്. ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലത്തേക്ക് ട്രാക്ടർ ഇറക്കാനോ ട്രില്ലർ കൊണ്ടുപോകാനോ ഇപ്പോൾ സാധ്യമല്ല. ഏതാണ്ട് 1.5 വർഷത്തോളമായി ഇതുവഴിയുള്ള സഞ്ചാരം റെയിൽവേ നിരോധിച്ചിട്ട്. കൊയ്തെടുത്തവ തലച്ചുമടായി കൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധം മുകളിൽ കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വലിയൊരു വിഭാഗം കർഷകർ 2 വിളകളും എടുക്കാൻ കഴിയാത്തതിനാൽ നെൽകൃഷി തന്നെ ഉപേക്ഷിച്ചു. ട്രാക്ടർ ഇറക്കാനാകാതെ വളഞ്ഞതോടെയാണ് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നത്. അതേസമയം കമാനം വഴി അനധികൃത മണൽ കടത്ത് തടയുന്നതിന് വേണ്ടിയാണ് റെയിൽവേ തൂൺ സ്ഥാപിച്ചത്. ഇത് കർഷകർക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. ഇതിനു പുറമെ 20ഓളം വീടുകളും 5 ക്ഷേത്രങ്ങളും റെയിലിനപ്പുറത്തുണ്ട്. ഇവരും ഇപ്പോൾ ഒരു തുരുത്തിൽപ്പെട്ട പോലെയാണ്. അതുകൊണ്ട് തന്നെ മാനന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള
കമാനത്തിനടിയിലൂടെ ഈ പ്രദേശത്തേക്ക് കടക്കാനുള്ള റോഡും അതിനുശേഷം റെയിലിനോട് ചേർന്ന് വെള്ളിയോട് മേഖലയിലേക്ക് സമാന്തരമായ റോഡും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 കിലോമീറ്ററോളം നീളം വരുന്ന റോഡിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 51 അംഗ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ. എന്തായാലും മണൽ കടത്ത് സംഘങ്ങൾ സമീപവാസികളുടെ സാധാരണ ജീവിതത്തെ കൂടി തകർത്തിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും റെയിൽവേ കമാനം തുറക്കാനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. വളർന്നുവരുന്ന ശാസ്ത്ര പ്രതിഭകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന വിധത്തിൽ പെരിന്തൽമണ്ണ ഗലീലിയോ സയൻസ് സെന്റർ വികസിപ്പിക്കാൻ നഗരസഭ ഒരുങ്ങുന്നു. നിലവിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റർ മുഖ്യമന്ത്രി ചെയർമാനായ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റാനാണ് അധികാരികളുടെ ശ്രമം. ഇതിനായി നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രതിനിധികളുമായി ചർച്ച നടത്തി. 2012, 2013, 2014 ദ്വൈവാർഷിക പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടപ്പാക്കുന്ന പദ്ധതി രൂപരേഖ കഴിഞ്ഞ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ നടന്നത്. ദ്വൈവാർഷിക പദ്ധതികൾക്ക് കൌൺസിൽ യോഗത്തിൽ അംഗീകാരവും നൽകി. 12 പഞ്ചവത്സര പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ 6,78,48,000 രൂപയുടെ പദ്ധതികൾക്കാണ് ആസൂത്രണം നൽകിയിരിക്കുന്നത്. സേവനം, വ്യവസായം, സാമൂഹ്യക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, പാർപ്പിടം, ഗതാഗതം തുടങ്ങിയ മേഖലകൾക്കാണ് പദ്ധതിയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ആവശ്യമായ മരുന്നുകൾ എത്തുന്നില്ലെന്ന് വ്യാപകമായ പരാതി ഉയരുന്നു. ഇതുമൂലം പഞ്ചായത്തുകളുടെ ജീവകാരുണ്യ പദ്ധതികൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ ആവശ്യമായ മരുന്നിന്റെ ലിസ്റ്റും പണവും കൊടുത്തിട്ടും മാസങ്ങളോളമായി മരുന്നുകൾ ലഭിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് കെയർ, ജൂറിയാട്രിക് പ്രവർത്തനങ്ങൾ തുടങ്ങിയവ മരുന്നുകൾ ലഭിക്കാതെ പലയിടത്തും തടസ്സപ്പെട്ടതായും പരാതി ഉയരുന്നു. മരുന്നുകൾക്ക് പുറമെ മറ്റ് മെഡിക്കൽ സാധനങ്ങളും ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. എന്നാൽ കോർപ്പറേഷൻ NAC സർട്ടിഫിക്കറ്റ് നൽകിയ നീതി മെഡിക്കൽ സ്റ്റോർ പോലുള്ള സഹകരണ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങി പദ്ധതി മുടക്കം കൂടാതെ നടപ്പിലാക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്തുകൾ പറയുന്നത്. NAC സർട്ടിഫിക്കറ്റ് നൽകാൻ കോർപ്പറേഷനുകൾ വിമുഖത കാണിക്കുന്നതായും പരാതിയുണ്ട്. ആയിരക്കണക്കിന് വൃദ്ധജനങ്ങൾക്കും നിരാലംബരായ രോഗികൾക്കും ആശ്വാസമേകുന്ന പദ്ധതിക്കാവശ്യമായ മരുന്നുകൾ യഥാസമയം നൽകാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട്. 12 പഞ്ചവത്സര പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ദ്വൈവാർഷിക പദ്ധതികൾക്ക് കൌൺസിൽ അംഗീകാരം നൽകി. 6.75 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവരിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആഭിമുഖ്യവും അവബോധവും വളർത്താൻ ലക്ഷ്യമാക്കി 2011 മെയ് 1 പെരിന്തൽമണ്ണയിൽ ഗലീലിയോ സയൻസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. പെഡഗോജി പാർക്ക്, സയൻസ് ലാബ്, IT പരിശീലന കേന്ദ്രം, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങളോടുകൂടി പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ താൽക്കാലിക സംവിധാനമെന്ന നിലയിലായിരുന്നു ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പെരിന്തൽമണ്ണയിൽ ഗലീലിയോ സെന്ററിന്റെ തുടക്കം. സെന്ററിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭ 1.28 ഏക്കർ സ്ഥലം നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ കുളിർമലയിൽ ഉള്ള ഈ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള സെന്റർ ആക്കി മാറ്റുന്നതിന് നടപടികളും ആയി വരുന്നതേയുള്ളൂ. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഗലീലിയോ സയൻസ് സെന്റർ മുഖ്യമന്ത്രി ചെയർമാനായ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പരിഗണനയിലാണ്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ K. സുധാകുമാരി, വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രതിനിധികളുമായി ചർച്ച നടത്തി. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏറ്റെടുത്താൽ പെരിന്തൽമണ്ണ ഗലീലിയോ സെന്ററിൽ കൂടുതൽ വികസനങ്ങൾക്ക് സാധ്യമാകും. കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളും ലഭ്യമാകും. കുളിർമലയിൽ നഗരസഭയുടെ സ്ഥലത്ത് 5.41 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി, സോഷ്യൽ സയൻസ്, ഗണിതം തുടങ്ങിയ ശാസ്ത്രശാഖകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി താമസ പഠനം നടത്തുന്നതിനുള്ള സൗകര്യത്തോടുകൂടിയായിരിക്കും ഗലീലിയോ സെന്റർ ഒരുക്കുക. സയൻസ് പാർക്ക്, ഡിജിറ്റൽ ലൈബ്രറി, മൾട്ടിമീഡിയ തിയേറ്റർ, സ്കൈ വാച്ചിംഗ് സെന്റർ, കോൺഫറൻസ് ഹാൾ, പ്ലാനറ്റോറിയം, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏറ്റെടുത്തതോടെ കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പോലെ പെരിന്തൽമണ്ണ ഗലീലിയോ സയൻസ് സെന്ററിനെ വികസിപ്പിക്കാനാകും. ഇതോടെ വളർന്നുവരുന്ന ശാസ്ത്ര പ്രതിഭകൾക്ക് ശാസ്ത്രതത്വങ്ങളിൽ കൂടുതൽ അനുഭവജ്ഞാനം ലഭ്യമാക്കുന്നതിന് അവസരവുമുണ്ടാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം പെരിന്തൽമണ്ണയിലെത്തി. 16 വയസ്സിന് താഴെയുള്ള ബംഗ്ലാദേശ് ദേശീയ ക്രിക്കറ്റ് ടീമാണ് പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഒരു വിദേശ ടീം ക്രിക്കറ്റ് മത്സരത്തിനായി പെരിന്തൽമണ്ണയിലെത്തുന്നത്. സന്ദർശന മത്സരത്തിനായുള്ള കേരള പര്യടനത്തിന്റെ ഭാഗമായാണ് ബംഗ്ലാദേശ് ദേശീയ സ്കൂൾ ക്രിക്കറ്റ് ടീം പെരിന്തൽമണ്ണയിലെത്തിയത്. കേരളത്തിനെതിരെ ബംഗ്ലാദേശിന് 3 ഏകദിന മത്സരങ്ങളും 3 ദ്വിദിന മത്സരങ്ങളുമുണ്ട്. കണ്ണൂർ, പെരിന്തൽമണ്ണ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ.
തലശ്ശേരി നടന്ന ഏകദിന മത്സരത്തിലും ദ്വിദിന മത്സരത്തിലും ബംഗ്ലാദേശിനായിരുന്നു വിജയം. പെരിന്തൽമണ്ണയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടാമത്തെ ദ്വിദിന മത്സരം ബുധൻ വ്യാഴം ദിവസങ്ങളായി നടക്കും. വെള്ളിയാഴ്ചയാണ് കേരളവുമായുള്ള ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ ഏകദിന മത്സരം. ബംഗ്ലാദേശ് ടീം പെരിന്തൽമണ്ണ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ചൊവ്വാഴ്ച വൈകുന്നേരം പരിശീലനം നടത്തി. 16 കളിക്കാരും പരിശീലകനും മാനേജറും ഉൾപ്പെടെ 20 പേരാണ് ബംഗ്ലാദേശ് സംഘത്തിലുള്ളത്. ക്രിക്കറ്റ് കളിയിൽ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിന് ബംഗ്ലാദേശ് സർക്കാർ സ്കൂളുകളിൽ വിവിധ പദ്ധതികൾ നടത്തി വരുന്നുണ്ട്. ദേശീയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച സ്കൂൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള മികച്ച താരങ്ങളുമായാണ് ബംഗ്ലാദേശ് ടീം കേരളത്തിലെത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഒരു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം കേരളത്തിൽ മത്സരത്തിനായി എത്തുന്നത്. കേരളത്തിലെ പരിശീലന മത്സരങ്ങൾ ബംഗ്ലാദേശ് ടീമിന് നല്ല അനുഭവമായിരിക്കുമെന്ന് മുൻ ബംഗ്ലാദേശ് താരവും ടീമിന്റെ മാനേജറുമായ സാഫ് അഹമ്മദ് പറഞ്ഞു. As a command school team in any part of world, especially in India, it's a reciprocal tour with the Kerala Association. Hopefully they'll come next year at April, and this is our biggest chance to get to learn about much more cricket here in India, especially the cleaner and the best and the best of the world, basically. And there we get to learn, obviously we get to learn the cultural exchanges of this country too, and hopefully we get to play a lot of matches here so that they can improve and they can learn a lot of things. അടുത്ത ഏപ്രിൽ മാസത്തിൽ കേരളം ബംഗ്ലാദേശിലും പരിശീലന മത്സരത്തിന് പോകുന്നുണ്ട്. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നേരത്തെ ഹിമാചൽ പ്രദേശുമായി കേരളത്തിന്റെ മത്സരം നടന്നിരുന്നു. ബംഗ്ലാദേശുമായുള്ള മത്സരത്തിന് ശേഷം ബംഗാൾ ക്രിക്കറ്റ് ടീമും പെരിന്തൽമണ്ണയിലെത്തും. ഒറ്റപ്പാലം മേഖലയിൽ പാചകവാതക സിലിണ്ടർ ക്ഷാമം രൂക്ഷമായി. ബുക്ക് ചെയ്താൽ 50 ദിവസം കഴിഞ്ഞാൽ പോലും സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല. പരാതി പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഒറ്റപ്പാലം സിറ്റിസൺ ഫോറം ആരോപിച്ചു. വർഷങ്ങളായി പാചകവാതക കണക്ഷനും വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഒറ്റപ്പാലത്ത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല ഏജൻസികൾക്കും പരാതി രജിസ്റ്റർ പോലുമില്ല. പരാതി വിളിച്ചു പറയാൻ ഫോൺ നമ്പർ സംവിധാനം കാര്യക്ഷമമല്ല തുടങ്ങിയ പരാതികളാണ് ഏറെ ഇവർക്കുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദാലത്തുകളെ വിളിച്ചു ചേർക്കണമെന്ന് ഒറ്റപ്പാലം സിറ്റിസൺ ഫോറം ആവശ്യപ്പെട്ടു. പാചക വിതരണം ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് ഒരുപാട് നാളുകളായി ഈ പാചകവാതക വിതരണത്തിലെ അപാകതകൾ കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം അനുഭവിക്കുന്നത് അധികാരികളുടെയും ബന്ധപ്പെട്ടവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് വേണ്ടത്ര ഒരു നടപടിയോ മറ്റുള്ള മാർഗങ്ങളോ കണ്ടെത്തുന്നില്ല. ബുക്ക് ചെയ്ത് 60 ദിവസം കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 60 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് ക്യാൻസലായി പോയി, ഇനി ആദ്യം ബുക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ 60 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഗ്യാസിന് വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കാൻ ഓപ്പൺ ഫോറം എന്ന പരിപാടി പാലക്കാട് ജില്ലാ തലത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 3 വർഷമായി ഈ ഓപ്പൺ ഫോറം എന്നുള്ള പരിപാടി ഇപ്പോൾ നടക്കുന്നില്ല. അത്തരത്തിലുള്ള ഓപ്പൺ ഫോറം കൺസ്യൂമർ അദാലത്തുകളായി താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തിറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. സബ്സിഡി ലഭിക്കാനുള്ള KYC ഫോറം പൂരിപ്പിച്ചു നൽകാൻ ഉപഭോക്താക്കൾക്ക് 1 ദിവസം ചിലവഴിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതൊഴിവാക്കാൻ ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ തന്നെ ഫോം വാങ്ങുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പരാതി പരിഹരിക്കാൻ ജില്ലാ കളക്ടർ, RDO, താലൂക്ക് സപ്ലൈ ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും സിറ്റിസൺ ഫോറം പ്രസിഡന്റ് RP ശ്രീനിവാസൻ പറഞ്ഞു. മണ്ണാർക്കാട് മൈലമ്പാടത്ത് അപ്രതീക്ഷിതമായി MLA കണ്ടപ്പോൾ പരാതിയുമായി വൃദ്ധരും കുട്ടികളും സ്ത്രീകളുമെല്ലാം തടിച്ചുകൂടി. കാട്ടാനകളുടെ ശല്യം കാരണം അന്തിയുറങ്ങാൻ പോലും ആകുന്നില്ലെന്നായിരുന്നു 90 വയസ്സ് കഴിഞ്ഞ കുമ്പളംപുഴയിൽ മറിയത്തിന്റെ പരാതി. മറിയത്തിന്റെ വീടും കാടും തമ്മിൽ ഒരു വേലിയുടെ വ്യത്യാസം മാത്രം. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ വേലിക്കപ്പുറം കാട്ടാനകളുണ്ടാകും. ഒന്നും ചെയ്യാനാവില്ല, കാരണം അതവരുടെ വിഹാരഭൂമിയാണ്. എന്തെങ്കിലും ചെയ്താൽ വനപാലകരുടെ നിയമം പിന്നാലെ വരും. അതിനാൽ വർഷങ്ങളായി ഭയത്തോടു കൂടിയാണ് മറിയമ്മ അടക്കമുള്ള 150ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി വീട് ആക്രമിക്കലും കൃഷികൾ നശിപ്പിക്കലും പതിവാണ്. ഇതിനൊരു പരിഹാരം വേണമെന്നായിരുന്നു മറിയത്തിന്റെ ആവശ്യം. ഒരു മുന്നാത്തുകാരനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് ഓടിയാൾക്ക് പുല്ലും പരിപാടിയില്ലാതെ ചൂട്ടാണ് നല്ലത്. പന്തൽ തട്ടിച്ചോണ്ട് അമ്മ ഓടി ഈ പടിയാക്കി വാങ്ങി വരുമ്പോ തൊട്ടിന്ന് ഓടി ഞാനറിയിച്ചു. അല്ല ആന ചെടിക്ക് കൊടിയില്ല, അവരൊക്കെ ഓടി. ഞാൻ പറഞ്ഞു കണ്ടുവരുന്നു പോക്ക് കട്ടില് കുറെ മുള ചെട്ടിയാരി കൊണ്ടിട്ടുണ്ട്.
ഇവിടേക്കുള്ള റോഡ് ഗതാഗതയോഗ്യമല്ല. അത് ടാറിംഗ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണം. വൈദ്യുതിയില്ലാത്ത വീടുകളും ധാരാളമുണ്ട്. എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കണം. ഇതെല്ലാമായിരുന്നു തടിച്ചുകൂടിയ മറ്റുള്ളവരുടെയും ആവശ്യം. റോഡ് നവീകരണവും വൈദ്യുതി പ്രശ്നവും പരിഹരിക്കാമെന്ന് MLA പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. കാട്ടാനകളുടെ ശല്യം ഒഴിവാക്കുന്നതിന് അനുയോജ്യമായ നടപടി എന്താണെന്ന് ആലോചിച്ച് നടപ്പിലാക്കാമെന്നും MLA പറഞ്ഞു. സ്കൂളിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കി ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ. കാറൽമണ്ണ NNM UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നത്. ഈ കാണുന്ന പച്ചക്കറിത്തോട്ടം മുഴുവനും ഈ കുട്ടികളുടെ സ്വന്തമാണ്. പഠനത്തോടൊപ്പം നടത്തുന്ന കൃഷിയിൽ വെണ്ട, വഴുതന, മത്തൻ, പയർ, ചീര, പച്ചമുളക് വരെയുണ്ട്. കാറൽമണ്ണ NNM UP സ്കൂളിലെ വിദ്യാർത്ഥികളിൽ 40 പേരാണ് സ്വന്തമായി പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. രാസവളം എന്ന അപകടകാരിയെ ഒഴിവാക്കി പൂർണ്ണമായും ജൈവവളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വിളവെടുത്ത പച്ചക്കറിയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതും എന്നും ശ്രദ്ധേയം. പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ കാറൽമണ്ണയിലെ പ്രമുഖ കർഷകനായ ചൂണ്ടയിൽ ശ്രീകുമാറാണ് നൽകിയത്. കൃഷിരീതി പഠിക്കാൻ ശ്രീകുമാറിന്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒരു ദിവസത്തെ പഠനയാത്ര തന്നെ ഈ കുട്ടികൾ നടത്തി. സ്കൂളിലെ പച്ചക്കറി കൃഷി തങ്ങളെ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്യാൻ കൂടി പ്രേരണ നൽകുന്നതായി 7ാം ക്ലാസ്സുകാരൻ ഗൗതം പറഞ്ഞു. പിന്നെ ഇതിലുണ്ടായ ഏറ്റവും വിജയം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങള് കൃഷിക്കുള്ള ഏകദേശം 40 പേരുടെയും വീട്ടില് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യാനുള്ള ഒരു പ്രേരണ ഞങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഇത് ഏറ്റവും വിജയമായിട്ട്. ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ. പയറ്, ചീര, മഞ്ഞള്, പിന്നെ വെണ്ട, വെള്ളരി, മത്തൻ ഒക്കെ ചെയ്യും. ഇവിടെ പച്ചക്കറിക്ക് ഭയങ്കര ഉച്ചഭക്ഷണത്തിലുള്ള ഇത് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഈ പച്ചക്കറി കൃഷി തുടങ്ങുക എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. വിദ്യാർത്ഥികൾ വളരെ ഉത്സാഹത്തോടെയാണ് കാർഷിക മേഖലയിലെ പ്രവർത്തനം നടത്തുന്നതെന്ന് അധ്യാപകൻ പ്രസാദ് പറയുന്നു. ഗ്രൂപ്പുകളാക്കി കുട്ടികളെ ഓരോ വർക്കുകൾ അലോട്ട് ചെയ്തു. അതിനുശേഷം കുട്ടികൾ വളരെ ഇൻവോൾവായ 14 കുട്ടികളുണ്ടായിരുന്നു. മാത്രമല്ല കൃഷി ഓഫീസറുടെ നല്ല സഹായം ഉണ്ടായി. കാരണം അദ്ദേഹം ജൈവ കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല നിർവഹിച്ചു. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഒരു കാർഷിക കമ്മിറ്റി തന്നെ സ്കൂളിലുണ്ട്. ഇവർക്ക് പുറമെ കൃഷി ഓഫീസർ, പഞ്ചായത്ത് അധികൃതർ എന്നിവരും കുട്ടി കർഷകർക്ക് സഹായമായി ഒപ്പമുണ്ട്. നവതിയുടെ നിറവിൽ സംസ്കൃത പണ്ഡിതനും സാഹിത്യകാരനുമായ പൂന്തോട്ടം ശങ്കരനാരായണൻ നമ്പൂതിരി വരുന്ന വെള്ളിയാഴ്ച കുളക്കാട് പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിൽ നടത്തുന്ന നവതി ആഘോഷ പരിപാടികളിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ശങ്കരനാരായണൻ നമ്പൂതിരി രചിച്ച സംസ്കൃത വ്യാകരണ മഞ്ജരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാലടി സംസ്കൃത സർവകലാശാല വേദവിഭാഗം മേധാവി ഡോക്ടർ CN നീലകണ്ഠൻ നിർവഹിക്കും. കാവാലം ശ്രീകുമാറിന്റെ കാവ്യോദ്യാനം എന്ന പരിപാടിയും അരങ്ങേറും. ആഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്തുമുണ്ടാകും. പൂജ, എന്ത്, എങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ സപര്യ ഹൃദയ വ്യാഖ്യാനം രചിച്ചത് ശങ്കരനാരായണൻ നമ്പൂതിരിയാണ്. സംസ്കൃത പണ്ഡിതനുള്ള ദേവി പ്രസാദം പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പുരാതനമായ സംഘംകളിയിലെ മുറംപിടിച്ചാട്ടം പരിശീലിച്ചിട്ടുള്ള അപൂർവ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. മലയാളത്തിൽ നിരവധി കവിതകൾ ഇദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട്. PS നമ്പൂതിരി എന്ന പേരിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കവികളുടെയും ചിത്രകാരന്മാരുടെയും കുടുംബമായ ലക്കടി കിള്ളിക്കുശിമംഗലത്ത് 1922 സെപ്റ്റംബർ 24 ശങ്കരനാരായണൻ നമ്പൂതിരി ജനിച്ചത്. പിതാവ് പൂന്തോട്ടത്തിൽ ദാമോദരൻ നമ്പൂതിരിയും മാതാവ് കാട്ടുമാടത്ത് മനയ്ക്കൽ സാവിത്രി അന്തർജനവുമാണ്. മേലേടത്ത് ഗോവിന്ദൻ നമ്പ്യാരുടെ ശിക്ഷണത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസം. പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്നും സാഹിത്യ ശിരോമണി വിജയിച്ച ശങ്കരനാരായണൻ നമ്പൂതിരി സ്വപ്രയത്നത്തിലൂടെ മലയാളം വിദ്വാൻ പരീക്ഷയും ഹിന്ദി രാഷ്ട്രഭാഷ വിശാരദും നേടിയിട്ടുണ്ട്. 1940, 1945 കാലഘട്ടങ്ങളിൽ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ, വടകര സംസ്കൃത സ്കൂൾ, കടമ്പഴിപ്പുറത്തുണ്ടായിരുന്ന സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശേഷം 1946 ഡിസ്ട്രിക്ട് ബോർഡിലും തുടർന്ന് വണ്ടൂർ, അരീക്കോട് എന്നിവിടങ്ങളിലും UP സ്കൂൾ അധ്യാപകനായി. 1951 കതിരൂർ, ചെർപ്പളശ്ശേരി, വെള്ളിനേഴി, നിലമ്പൂർ എന്നിവിടങ്ങളിൽ മലയാളം അധ്യാപകനായും ജോലി നോക്കിയ ശേഷം പട്ടാമ്പി സർക്കാർ ഹൈസ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദിയിലും അസാമാന്യ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിന്റേത്. ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചറിയാൻ സംസ്കൃത പഠനം അനിവാര്യമാണെന്ന് പറഞ്ഞ ശങ്കരനാരായണൻ നമ്പൂതിരി സംസ്കൃത പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു. സംസ്കൃതം ഒരു ദേശത്തിന്റെ ഭാഷയാണെന്നും അതിന്റെ വേരുകൾ അനന്തമായി വ്യാപിച്ചു കിടക്കുകയാണെന്നും ശങ്കരനാരായണൻ നമ്പൂതിരി ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. സംസ്കൃതം ഈ ഒരു ഭാഗത്തിന്റെ ഭാഷയൊന്നല്ല. അത് BC
പൊന്നിയിലാണുണ്ട് ഇതിൻ്റെ വളർച്ച. അതായത് കൃഷ്ണശൂരി പെരുന്നതിൻ്റെ പോലെ മുമ്പേ പൊന്നിയിലാണ്. അപ്പം ആ വേദഭാഷ അതിൽ വന്നത് അത് പിന്നീട് വിശേഷിപ്പാണ് എന്തോ ഭാഷ ഉണ്ടായത്, സംസ്കൃതം എന്ന് പറയുന്നത് ഭാഷ ഉണ്ടായത്. സംസ്കരിക്കും ഈ വേദഭാഷയെ, വൈദിക ഭാഷയെ സംസ്കരിച്ചു. അങ്ങനെ തന്നെ ആ വൈദിക ഭാഷയെ സംസ്കരിച്ചപ്പോൾ ഉണ്ടായ ഭാഷയാണ് ഇത് സംസ്കൃതം. സംസ്കൃതം എന്നുള്ള പേര് ഇതിന് വരാനുള്ള കാരണവും അതാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും മനസ്സിലാക്കാൻ സംസ്കൃതം അറിഞ്ഞേ തീരൂ. വേദഭാഷയിൽ നിന്ന് സംസ്കരിച്ചെടുത്തതാണ് സംസ്കൃത ഭാഷയെന്ന് അദ്ദേഹം പറയുന്നു. പാണ്ഡിത്യത്തിനു മുകളിലാണ് എളിമയെന്ന് സ്വജീവിതത്തിലൂടെ തുറന്നുകാട്ടിയ ഈ മഹാപ്രതിഭ സംസ്കൃതത്തിനെന്ന പോലെ മലയാള ഭാഷയ്ക്കും എന്നും ഒരു മുതൽക്കൂട്ടാണ്. പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭാ യോഗം ചേർന്നു. ബ്ലോക്ക് പ്രസിഡന്റ് വി വസന്ത യോഗം ഉദ്ഘാടനം ചെയ്തു. 12ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം 2012-2013 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി ബ്ലോക്ക് തല ഗ്രാമസഭാ യോഗം നടന്നത്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ് ഗ്രാമസഭയിൽ പങ്കെടുത്തത്. കൃഷിക്കും മറ്റ് അടിസ്ഥാന മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് ഈ വർഷം പ്രാമുഖ്യം നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വസന്ത പറഞ്ഞു. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ തരത്തിലുള്ള അവരുടെ വിത്തും വളവും ആണെങ്കിലും അതുപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വർധനവും ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഉപാധികളെ സമയാസമയം എത്തിച്ചു കൊടുക്കുക, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെ സമാഹരിച്ച് സംഭരിച്ച് നല്ല വിലയ്ക്ക് അത് വിറ്റ് കൃഷിക്കാർക്ക് അത് മുതലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ചിട്ടയായ പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ വർഷം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP വിനയകുമാർ, സെക്രട്ടറി C രാഘവൻ, അംഗങ്ങളായ VK സ്മിത, C സംഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് പട്ടാമ്പിയിലും പ്രകടനവും പൊതുയോഗവും നടത്തി. BMS മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. KB സോമൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് രാമദാസ്, TC മണികണ്ഠൻ, T ഗോപാലകൃഷ്ണൻ, കൃഷ്ണകുമാർ എന്നിവരും സംസാരിച്ചു. മെയ് ദിനവും തൊഴിലാളി ദിനവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ എന്തെങ്കിലും ആദർശവുമായിട്ട് ആശയവുമായിട്ട് മെയ് ദിനത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കന്മാർക്കൊന്നും അതിന് മറുപടി പറയുവാനില്ല. മെയ് ദിനത്തിന് കേരള ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഭാരതത്തിലെ തൊഴിലാളികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം രണ്ടു കൂട്ടരും ഇവിടെ വലിയ തൊഴിലാളികളുടെ പ്രകടനം നടത്തുന്നു. എന്താണ് സംസാരിക്കുന്നത്? അങ്ങ് അമേരിക്കയിലെ ചിക്കാഗോയില് തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘടനത്തില് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കുറച്ച് തൊഴിലാളികൾ മരണപ്പെട്ടു എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പട്ടാമ്പി പള്ളിപ്പുറം കൊടിക്കുന്ന് ക്ഷേത്രത്തിലെ പൂരം പട്ടഹാര മഹോത്സവം നവംബർ 9 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. കൊടിക്കുന്ന് ദേവസ്വം പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വവും ക്ഷേത്രം സേവാ സമിതിയും സംയുക്തമായാണ് കൊടിക്കുന്ന് ക്ഷേത്രത്തിലെ പൂരം പടഹാര മഹോത്സവം കൊണ്ടാടുന്നത്. താന്ത്രിക കർമ്മങ്ങൾക്കു പുറമെ പ്രസാദകൂട്ട്, ദീപാരാധന, ബ്രാഹ്മണ ശ്രേഷ്ഠരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 7ാമത് കൊടിക്കുന്ന് ദേവി പുരസ്കാരം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ മേള ചക്രവർത്തി പത്മശ്രീ പെരുവരൻ കുട്ടന്മാരാർക്ക് നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊടിക്കുന്ന് ദേവസ്വം പൂരം പടഹാര നാളിൽ നൽകി വരുന്ന 7ാമത് കൊടിക്കുന്ന് ദേവി പുരസ്കാരത്തിന് മേളകളിലെ ചക്രവർത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ആണ് അർഹനായിട്ടുള്ളത് എന്ന വിവരവും അറിയിക്കുന്നു. 9/11/2012 രാവിലെ 10 മണിക്ക് നടക്കുന്ന പൂരം പടഹാര സദസ്സിൽ ക്ഷേത്ര ട്രസ്റ്റി
മഹാമഹിമശ്രീ സാമൂതിരി രാജ അവർകൾ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നതാണ്. ക്ഷേത്രം ഭാരവാഹികളായ സതീഷ് കുമാർ, പി വി ജയരാജൻ, ഇ പി ശിവകരൻ, ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചെത്തല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് ഇ പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിശ്വകർമ്മ പൂജ, യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഓണപ്പുടവ് നൽകി ആദരിക്കലും നടന്നു. ബി.ജെ.പി. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷവും വലമ്പിലിമംഗലം പ്രദേശത്തെ അവഗണിക്കുകയാണെന്ന് ബി.ജെ.പി. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം എസ് സുനീഷ് കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്തിപ്പുഴ ഇക്കോ ടൂറിസം പദ്ധതിക്കായി ശ്രമം ആരംഭിച്ചു. പദ്ധതി നടപ്പാക്കുന്നത് പാത്രക്കടവിന് താഴെ കുരുത്തിച്ചാലിൽ. റെയിൽവേ വഴിയടച്ചു. വാണിയംകുളം വെള്ളിയാട് പ്രദേശം ഒറ്റപ്പെട്ടു. കൃഷിസ്ഥലത്തേക്ക് ട്രാക്ടർ പോലും ഇറക്കാൻ കഴിയാതെ കർഷകർ കൃഷിയും വേണ്ടെന്ന് വെച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഗലീലിയോ സയൻസ് സെന്റർ വികസിപ്പിക്കാൻ തീരുമാനം. ശാസ്ത്ര സാങ്കേതിക വകുപ്പുമായി നഗരസഭ ചർച്ച നടത്തി. ഒറ്റപ്പാലം മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. സിലിണ്ടർ ലഭിക്കുന്നത് 1.5 മാസം കഴിഞ്ഞ്. സിറ്റിസൺ ഫോറം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പെരിന്തൽമണ്ണയിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം മത്സരത്തിനെത്തി. 16 വയസ്സിന് താഴെയുള്ള ബംഗ്ലാദേശിന്റെ ദേശീയ സ്കൂൾ ടീമിന്റെ മത്സരം ബുധനാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.